സ്വാഗതം ടോപ് 10ലേക്ക്. സസ്പെൻസ് അവസാനിപ്പിച്ചൊടുവിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഇവിടെയെല്ലാം സെറ്റാണ് എന്ന കോൺഗ്രസിന്റെ അവകാശവാദം അത്ര സെറ്റല്ല എന്ന പ്രതിധ്വനിയാണ് പരക്കെ. വിജയസാധ്യത മാത്രമാകും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡം എന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ മലക്കം മറിഞ്ഞതോടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ കടമ്പകളുമേറുന്നു. CPM ആകട്ടെ കോടാലിക്കൈകളെയും കുലംകുത്തികളെയും വർഗവഞ്ചകരെയും കെട്ട തക്കാളികളെയും ഒക്കെ പടിയടച്ച് പിണ്ടം വെച്ച് പാർട്ടിയെ ശുദ്ധീകരിക്കുന്നു. അതും പാർട്ടിയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ. കേരള കോൺഗ്രസിലെ തലമുറ മാറ്റത്തിനും ഇന്നത്തെ ദിവസം സാക്ഷിയാണ്. തിരഞ്ഞെടുപ്പ് ഗോതയിലെ ഏറ്റവും പുതിയ വിസ്മയങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. തർക്കമണ്ഡലങ്ങളടക്കം ഒഴിച്ചിട്ട് കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. സിറ്റിംഗ് MLA-മാരടക്കം 55 പേർ പട്ടികയിൽ. ഐഷ പോറ്റി കൊട്ടാരക്കരയിലും സുരേഷ് മലമ്പുഴയിലും മത്സരിക്കും. പാലക്കാട് രമേശ് പിഷാരടിയും സ്ഥാനാർത്ഥി. കണ്ണൂരിൽ K സുധാകരന് പ്രത്യേക പരിഗണന നൽകിയേക്കും. വിവാദങ്ങൾക്കിടെ എൽദോസ് കുന്നപ്പള്ളി ഡൽഹിയിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ്. 4 പുതുമുഖങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും വേങ്ങരയിൽ KM ഷാജിയും സ്ഥാനാർത്ഥി. അനാരോഗ്യത്തെ തുടർന്ന് മത്സര രംഗത്ത് നിന്നും മാറി നിന്ന MK മുനീർ. ചേലക്കരയിലും പുനലൂരിലും പ്രഖ്യാപനം പിന്നീട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ തലമുറ മാറ്റം. PJ ജോസഫ് മത്സര രംഗത്തില്ല. തൊടുപുഴയിൽ മകൻ അപ്പു ജോൺ ജോസഫ് സ്ഥാനാർത്ഥി. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ പുറത്താക്കി CPM. ഗോവിന്ദൻ രാഷ്ട്രീയ വഞ്ചന നടത്തിയെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ കണക്കുകൾ അധികൃതർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതെന്നും MV ജയരാജൻ. ഇല്ലാ കഥകൾ മെനഞ്ഞുവെന്നും MV ജയരാജൻ. TK ഗോവിന്ദന് എതിരെ മലപ്പട്ടത്ത് പ്രതിഷേധം. വിമാനത്താവളം മുതൽ പിണറായി വരെ മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ. തുണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. അയോഗ്യത നിലനിൽക്കുന്നതിനാൽ ആന്റണി രാജുവിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. കോടതി വിധി. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നതിനിടെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. മറ്റന്നാൾ ക്ഷേത്രത്തിന്റെ 2ാം നിലയിലെ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മയും സാക്ഷിയാകും. സന്ദർശനം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചു. ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനിയെ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന ഇസ്രയേൽ. സ്ഥിരീകരിക്കാതെ ഇറാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലും സൈനിക സ്ഥാപനങ്ങളിലും ആക്രമണം. തെഹ്റാൻ, ഷിറാസ്, തബ്രിസ് നഗരങ്ങളിലും ഒരേ സമയം വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരൻ. വിധി പ്രസ്താവിച്ചത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് പോലീസ് കൊണ്ടുവന്ന പ്രതിയുടെ കുത്തേറ്റ് വന്ദന മരിച്ചത് 2023 മെയ് 10. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ബോഡോ ഗ്ലിംറ്റും സ്പോർട്ടിംഗ് ലിസ്ബണും ഏറ്റുമുട്ടും. മത്സരം 11:30. മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് പോരാട്ടം ഇന്ത്യൻ സമയം 1:30. ചെൽസി PSG മത്സരവും ഇന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITക്ക് ആശ്വാസം. കേസിൽ തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന വിചാരണ കോടതി പരാമർശം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. SIT അപ്പീലിൽ തന്ത്രിക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. സ്റ്റോറി ഓഫ് ദ ഡേ. താനേ വളർന്നൊരു തണലോരം. തിരഞ്ഞെടുപ്പ് ഗോതയിൽ മുന്നണികൾ. സിറ്റിംഗ് MLA
MLA-മാർ ഉൾപ്പെടെ 55 പേരുടെ പട്ടികയുമായി ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. കണ്ണൂർ, കോന്നി, പെരുമ്പാവൂർ സീറ്റുകൾ ഉൾപ്പെടെ തർക്കമുള്ള പലയിടത്തും സ്ഥാനാർത്ഥികളായില്ല. പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ കോൺഗ്രസിന്റെ ഒരു സീറ്റിലും പ്രഖ്യാപിക്കാനായില്ല. തിരുവനന്തപുരത്ത് 3 സീറ്റുകളിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPM വിട്ട സ്വതന്ത്രരെ മുന്നിൽ കണ്ട് തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ, ഒറ്റപ്പാലം സീറ്റുകളിലും സ്ഥാനാർത്ഥികളില്ല. ആദ്യ പട്ടികയിൽ 9 വനിതകളുണ്ട്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും മലമ്പുഴയിൽ A. സുരേഷും പാലക്കാട് രമേശ് പിഷാരടിയും സ്ഥാനാർത്ഥികൾ. വിജ്ഞാപനം വന്ന ശേഷം നടന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ 3-ാം ദിനത്തിൽ 55 പേരുടെ പട്ടികയുമായി കോൺഗ്രസ് രംഗത്ത്. 18 സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ തർക്കമില്ലാത്ത സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം. പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ കോൺഗ്രസിന്റെ ഒറ്റ സീറ്റിലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ്, കോവളം, ചിറയൻകീഴ് എന്നീ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് പ്രഖ്യാപിക്കാനായത്. എറണാകുളം ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിലും തർക്കമുള്ള പല സീറ്റുകളിലും പ്രഖ്യാപിച്ചിട്ടില്ല. MP-മാരായ K. സുധാകരനും അടൂർ പ്രകാശും ഇടഞ്ഞു നിൽക്കുന്ന കണ്ണൂരിലും കോന്നിയിലും പ്രഖ്യാപിച്ചിട്ടില്ല. സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിയുടെ ലൈംഗിക പീഡന കേസ് നിലനിൽക്കുന്നതിനാൽ പെരുമ്പാവൂരിലും പ്രഖ്യാപനമായില്ല. അതേസമയം സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മറ്റൊരു സിറ്റിംഗ് MLA-ആയ IC ബാലകൃഷ്ണന്റെ സീറ്റിലുണ്ടായിരുന്ന അനിശ്ചിതത്വം മാറിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ചിറയൻകീഴ് രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പ്രാദേശിക കോൺഗ്രസ് ഘടകത്തിന്റെ കടുത്ത വിയോജിപ്പ് കണക്കിലെടുത്തില്ല. രമ്യ തന്നെയാണ് ചിറയൻകീഴിലെ സ്ഥാനാർത്ഥി. ഫോർവേഡ് ബ്ലോക്കിന് വാഗ്ദാനം ചെയ്തിരുന്ന ചാത്തന്നൂരും CK ജാനുവിന് പ്രതീക്ഷയുണ്ടായിരുന്ന മാനന്തവാടിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലമ്പുഴയിൽ VS-ന്റെ മുൻ PA A. സുരേഷും, കൊട്ടാരക്കരയിൽ CPM വിട്ടുവന്ന ഐഷ പോറ്റിയും, പാലക്കാട് രമേശ് പിഷാരടിയുമാണ് സ്ഥാനാർത്ഥികൾ. എന്നാൽ CPM വിട്ട് പുറത്തുപോയ പ്രമുഖർ സ്വതന്ത്രരായി മത്സരരംഗത്തുണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിൽ 1-ാം ഘട്ട പ്രഖ്യാപനം ഇല്ല. 9 വനിതകളാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥിത്വത്തിൽ ഇടം പിടിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിശകലനങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മികച്ച ആ നേട്ടത്തിനു ശേഷം ഒരുപക്ഷെ നമുക്കെല്ലാം തോന്നി കോൺഗ്രസ് കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ ഒരുപക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു നേട്ടം ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നു എന്ന് ആദ്യം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക, അതായത് ഫെബ്രുവരി പകുതിയോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. ആ ഫെബ്രുവരി 15 അല്ലെങ്കിൽ 2-ാം വാരം എന്നത് 1 മാസം കൂടി പിന്നിടുന്നു. എന്നിട്ടും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനു ശേഷം 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെന്ന് പറയുന്നു. 24-48 കഴിഞ്ഞ് 50-ാമത്തെ മണിക്കൂറിലാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക. പക്ഷേ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങളെല്ലാം നിലനിൽക്കുന്നു. കടമ്പകൾ ഇനിയും ഏറെയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിചാരിച്ച നിലയിൽ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കില്ല എന്ന് വേണം കരുതാൻ. സ്വപ്ന, തീർച്ചയായും വലിയ രീതിയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് വിജ്ഞാപനത്തിന്റെ 3-ാം ദിനമെങ്കിലും സ്ഥാനാർത്ഥികളുടെ 1-ാം ഘട്ട പ്രഖ്യാപനമെങ്കിലും നടത്താൻ കഴിഞ്ഞു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ ആദ്യം പ്രഖ്യാപിച്ച 55-ൽ ഇനി പ്രഖ്യാപിക്കാൻ കിടക്കുന്ന ബാക്കി സീറ്റുകളിലാണ് കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദനയും ഏറ്റവും വലിയ പ്രതിസന്ധിയും ഒക്കെ ഉടലെടുക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ 55 സീറ്റുകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തന്ത്രപൂർവ്വമാണ് സീറ്റ് സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറെക്കുറെ സിറ്റിംഗ് MLA-മാരുടെയൊക്കെ പ്രഖ്യാപനം മാറ്റി നിർത്തിയാൽ തർക്കമുള്ള ഒരിടത്ത് പോലും അവർ പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റു പലയിടത്തും തന്നെ വളരെ ബുദ്ധിപൂർവ്വം. അതിനകത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിസന്ധിയും കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം എത്രത്തോളമാണ് എന്നതും ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. തർക്കമുള്ള ഒരിടത്തും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. ഈ പത്തനംതിട്ട പോലുള്ളൊരു സ്ഥലത്ത് കോൺഗ്രസിന്റെ പൊന്നാവരം കോട്ടയാണ്. അവിടെ ഒരൊറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലൊന്നും പ്രഖ്യാപിച്ചില്ല. തിരുവനന്തപുരത്ത് ആകെ 3 സീറ്റുകൾ മാത്രമാണ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. തർക്കമുള്ളിടത്തൊക്കെ തന്നെയും പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി അടുത്ത 2-ാം ഘട്ടം പ്രഖ്യാപിക്കുമ്പോൾ എന്ത് രീതിയിലുള്ള പൊട്ടിത്തെറികളാവും കോൺഗ്രസിനെ കാത്തിരിക്കുക എന്നത് ഏറ്റവും ശ്രദ്ധേയം തന്നെയാണ്. ഏറ്റവും ആകാംക്ഷ നിറഞ്ഞതാണ്. അതിൽ ഏറ്റവും വലിയ തലവേദനയായി മാറുന്നത് K. സുധാകരൻ തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഡൽഹിയിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള പല നീക്കങ്ങളും നടത്തുന്നു. രാവിലെ രമേശ് ചെന്നിത്തല കാണുന്നു, ഉച്ച കഴിഞ്ഞിട്ട് MK രാഘവൻ കാണുന്നു. പക്ഷേ എന്ത് രീതിയിലുള്ള അനുനയ നീക്കത്തിനും സുധാകരൻ വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സുധാകരന് മാത്രമായ ഒരു സംവരണം കൊടുക്കുകയാണെങ്കിൽ മറ്റെല്ലാ MP-മാരും മറഞ്ഞിരിക്കുന്നവരൊക്കെ തന്നെയും മറന്നേക്ക് പുറത്തു വരുമെന്ന് കോൺഗ്രസിന് അറിയാം. അതുകൊണ്ടാണ് ആ രീതിയിൽ അനുനയ നീക്കത്തിലേക്ക് നീങ്ങുന്നത്. എന്നാൽ സുധാകരൻ വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ
നാളെ സുധാകരൻ മാധ്യമങ്ങളെ കാണുമെന്നറിയുന്നു. നാളെ അദ്ദേഹം നിലപാട് അറിയിക്കുമെന്നാണ് പറയുന്നത്. സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ആകാംക്ഷയോടെയാണ് കോൺഗ്രസ് നേതൃത്വം കാത്തിരിക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുമ്പോൾ അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പോലും തീരുകയില്ല. അതിനുശേഷം ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ, പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പല വിമത സ്വരങ്ങളും ഒക്കെ മറനീക്കി പുറത്തു വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടുമെന്നത് കോൺഗ്രസ് അതിനെക്കുറിച്ചാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രതിസന്ധി തന്നെയാണ്. അതേസമയം കെ സുധാകരന്റെ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നെഞ്ചെടുപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. നാളെ മാധ്യമങ്ങളെ കാണുന്ന കെ സുധാകരൻ എന്ത് രീതിയിലായിരിക്കും, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് CPM-ലെ കണ്ണൂർ രാഷ്ട്രീയം ഇളക്കി മറിയുന്നു, അല്ലെങ്കിൽ വിമത സ്വരത്തിലൊരു വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായി കോൺഗ്രസ് മാറുമ്പോൾ തീർച്ചയായും കണ്ണൂരിലെ പടക്കുതിരയായ കെ സുധാകരന്റെ ആ ഒരു വിമത ശബ്ദം കെ സുധാകരന്റെ നിലപാടിലൂടെ അദ്ദേഹം പുറത്തെടുക്കുകയാണെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കളാകാൻ CPM-ന് സാധിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നാളത്തെ ഒരു പകലെന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമാണോ കോൺഗ്രസിനെ കാത്തിരിക്കുന്നതെന്നൊക്കെ തന്നെയും നാളെ പകൽ കാര്യങ്ങളൊക്കെ വ്യക്തമാകും. സ്വപ്ന, തീർച്ചയായും നാളത്തെ പകലിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ ഒരു തർക്കമുള്ളത് കൊണ്ടല്ല ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകിയതെന്നാണ് കെ മുരളീധരൻ്റെ പ്രതികരണം. എന്തായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയും മറ്റന്നാളും ഒക്കെയായി പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. മറ്റു കാര്യങ്ങൾ, തങ്ങൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നും അദ്ദേഹം പറയുകയാണ്. അല്ല, ബാക്കിയുള്ളതൊക്കെ നാളെയും മറ്റന്നാളുമായിട്ട് ബാക്കി പ്രഖ്യാപനങ്ങൾ വരും. എല്ലായിടത്തും നല്ലൊരു ആവേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തോടുകൂടെ എല്ലാ പുതിയ സ്ഥാനാർത്ഥികളും കൂടെ ഫീൽഡിൽ ഇറങ്ങും. ഞങ്ങൾ പഴയ ആൾക്കാർക്കൊക്കെ നേരത്തെ ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അതല്ലാത്തവരൊക്കെ ഇനി നാളെ തൊട്ട് തന്നെ ഫീൽഡിൽ ഇറങ്ങും. നല്ലൊരു റിസൾട്ട് ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കും. തർക്കം കൊണ്ടല്ല, അത് ഘടകകക്ഷികളുടെ കാര്യങ്ങളും കൂടെ തീരുമാനിച്ചതിന് ശേഷമാണ്. അതിലൊന്ന് തിരുവനന്തപുരം സെൻട്രലിൽ CMPക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നാളെ തന്നെ തീരുമാനിക്കും. ഇല്ല, നാളത്തോണ്ട് പൂർത്തിയാവും. നാളെ ബാക്കിയുള്ള പേരുകൾ നാളെ അനൗൺസ് ചെയ്യും. വട്ടിയൂർക്കാവിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വിജയസാധ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അല്ല, ഇവിടെ ത്രികോണ മത്സരം എന്നാണ് പറയുന്നത്. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിനെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. നോക്കാൻ കാര്യങ്ങൾ, ഞങ്ങൾ ഏതായാലും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. 2-3 കാര്യം ഒക്കെ അവർ തീരുമാനിച്ചോട്ടെ. ഞങ്ങൾ അതിലിടപെടുന്നില്ല. ഞങ്ങളൊന്ന്, അതാണ് ഞങ്ങൾ മുദ്രാവാക്യം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. യുവാക്കൾക്കും വനിതകൾക്കും പരിഗണന ലഭിച്ച പട്ടികയിൽ പല സിറ്റിംഗ് MLA-മാർക്കും അവസരം ലഭിച്ചില്ല. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും KM ഷാജി വേങ്ങരയിലും ജനവിധി തേടും. തലമുറ മാറ്റം അനിവാര്യമാണെന്ന കൃത്യമായ സൂചന നൽകി യുവാക്കൾക്കും വനിതകൾക്കും പരിഗണന നൽകിയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. മത്സരിക്കുന്ന 27 സീറ്റിൽ 25 സീറ്റിലെ സ്ഥാനാർത്ഥികളെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സ്ഥിരം മണ്ഡലമായ വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയാണ് ജനവിധി തേടുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് പകരം വേങ്ങരയിൽ KM ഷാജി സ്ഥാനാർത്ഥിയാകും. മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി, മങ്കട മഞ്ഞളാംകുഴി അലി, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, വേങ്ങര KM ഷാജി. യുവാക്കൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആരോഗ്യ കാരണങ്ങളാൽ മുതിർന്ന നേതാവ് MK മുനീറിന് ഇത്തവണ സീറ്റ് നൽകിയില്ല. മുനീറിനെ കൂടാതെ മറ്റു പല സിറ്റിംഗ് MLA-മാർക്കും വീണ്ടും അവസരം ലഭിച്ചില്ല. മുൻ MSF നേതാവ് ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിലും ജയന്തി രാജൻ കൂത്തുപറമ്പിലും മത്സരിക്കും. കൊടുവള്ളിയിൽ PK ഫിറോസ്, താനൂരിൽ PK നവാസ്, കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി എന്നിവർ മത്സരിക്കും. ചർച്ചകൾക്കൊടുവിൽ തിരുവമ്പാടിയിൽ മത്സരിക്കാൻ തീരുമാനിച്ച ലീഗ് CK കാസിമിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അവശേഷിക്കുന്ന പുനലൂർ, ചേലക്കര സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. പ്രഖ്യാപനം കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലങ്ങളിൽ സജീവമായി. അമൃത ന്യൂസ്, മലപ്പുറം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 8 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിക്കുക. PJ ജോസഫ് ഇത്തവണ മത്സരത്തിനില്ല. കഴിഞ്ഞ തവണ 10 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇത്തവണ 8 സീറ്റുകളിലേക്ക് ചുരുങ്ങി. PJ ജോസഫ് മത്സര രംഗത്തില്ല. മകൻ അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കും. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് വീണ്ടും ജനവിധി തേടും. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനാണ് സ്ഥാനാർത്ഥി. തിരുവല്ലയിൽ വർഗീസ് മാമൻ, കുട്ടനാട് റെജി ചെറിയാൻ, ചങ്ങനാശ്ശേരിയിൽ വിനു ജോബ് എന്നിവർ മത്സരിക്കും. കോതമംഗലത്ത് ഷിബു തെക്കുംപുറവും കാഞ്ഞങ്ങാട് ഷൈജി കോട്ടപ്പള്ളിയുമാണ് സ്ഥാനാർത്ഥികൾ. മത്സര രംഗത്ത് നിന്ന് മാറുന്നതിൽ വിഷമമൊന്നുമില്ല എന്ന് PJ ജോസഫ് പറഞ്ഞു. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് മാറുന്നതെന്നും പാർട്ടിയെ നയിക്കാൻ ഉണ്ടാകുമെന്നും സീറ്റുകൾ വിട്ടുകൊടുത്തതിൽ പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും PJ ജോസഫ് പറഞ്ഞു. കരുതി ഞാൻ പ്രവർത്തിച്ചതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായി
ജനസേവന രംഗത്ത് പ്രവർത്തിക്കും. തൊടുപുഴയിൽ മത്സരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണെന്ന് അബു ജോൺ ജോസഫ് പറഞ്ഞു. ഈ തൊടുപുഴയ്ക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഷൂസ് അല്ലെങ്കിൽ ആ ഒരു പദവി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ഒരു ജോലിയാണ്. കാരണം പി ജെ ജോസഫ് തൊടുപുഴയ്ക്ക് ചെയ്ത കാര്യങ്ങൾ ഈ കേരളത്തിൽ മറ്റൊരു ജനപ്രതിനിധിയും ഇവിടെ ചെയ്തിട്ടില്ല. ഇടുക്കിയും ഏറ്റുമാനൂരും വിട്ടുകൊടുത്തത് ഒരു തവണത്തേക്ക് മാത്രമാണെന്നും ഇക്കാര്യം വി ഡി സതീശൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പി ജെ ജോസഫ് പറഞ്ഞു. അമൃത ന്യൂസ്, ഇടുക്കി. രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു തലമുറ മാറ്റത്തിന് കൂടി ഇന്നത്തെ ദിവസം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. 5 പതിറ്റാണ്ടിലധികമായി കേരള രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന പി ജെ ജോസഫ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറങ്ങി. കേരള കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാവ് മകനെ തൻ്റെ പിൻഗാമിയാക്കിയാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും മാറുന്നത്. 1978 കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പദം വരെ വഹിച്ചിട്ടുണ്ട് പി ജെ ജോസഫ്. കേരള കോൺഗ്രസ് എന്നാൽ KM മാണിയും പി ജെ ജോസഫും ആർ ബാലകൃഷ്ണപിള്ളയുമായിരുന്നു ഒരു കാലത്ത്. ഇണങ്ങിയും പിണങ്ങിയും വളർന്നും പിളർന്നും മൂവർ സംഘം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കാലം. 1970 പി ജെ ജോസഫ് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. പിന്നീട് 10 തവണ പി ജെ തൊടുപുഴയിൽ നിന്ന് മത്സരിച്ചു. ഇതിൽ പരാജയമറിഞ്ഞത് ഒരു തവണ മാത്രം. 2001 LDF മുന്നണിയിലായിരുന്നപ്പോൾ PT തോമസിനോടായിരുന്നു ഏക പരാജയം. 1978 KM മാണി രാജിവെച്ച ഒഴിവിൽ ആഭ്യന്തരമന്ത്രിയായപ്പോൾ ഈ പദവിയിലെത്തുന്ന രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു പി ജെ ജോസഫ്. KM മാണി തിരിച്ചെത്തിയപ്പോൾ മന്ത്രിസ്ഥാനം മടക്കി നൽകി. പിന്നീട് ഇരുമുന്നണികളും മാറി മാറി റവന്യൂ, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ഭവന നിർമ്മാണം, എക്സൈസ്, ജലവിഭവം തുടങ്ങി പി ജെ ജോസഫ് കൈകാര്യം ചെയ്യാത്ത വകുപ്പുകൾ വിരളം. 55 വർഷത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുമ്പോൾ മകൻ അബു ജോൺ ജോസഫാണ് പിൻഗാമി. കൃഷിയെയും സംഗീതത്തെയും രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന പി ജെ ജോസഫ് മത്സരരംഗത്ത് ഉണ്ടാവില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലും UDFന്റെ പൊതുവേദികളിലെ സജീവ സാന്നിധ്യമാകും. തൊടുപുഴ നിയോജക മണ്ഡലത്തിനും കേരള രാഷ്ട്രീയത്തിനും മറക്കാനാകാത്ത സംഭാവനകൾ നൽകിയാണ് ഈ പടിയിറക്കം. അമൃത ന്യൂസ്, ഇടുക്കി. തിരഞ്ഞെടുപ്പ് ഗോദയിൽ 2020 ഗ്ലാമർ കൂടുകയാണ്. ചലച്ചിത്ര ടെലിവിഷൻ താരങ്ങളെ ഗോദയിൽ അണിനിരത്തുകയാണ് 2020. സിനിമാ നടി അഞ്ജലി നായർ തൃപ്പൂണിത്തുറയിലും നടി വീണ നായർ ഏറ്റുമാനൂരിലും നടി ലക്ഷ്മിപ്രിയ പെരുമ്പാവൂരിലും സ്ഥാനാർത്ഥിയാകും. അഖിൽ മാരാരുടെ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എറണാകുളത്ത് 9 മണ്ഡലങ്ങളിൽ 2020 മത്സരിക്കുമെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. 2020 പ്രസിഡന്റ് സാബു എം ജേക്കബാണ് താരസ്ഥാനാർത്ഥികളെ അപ്രതീക്ഷിതമായി എറണാകുളം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ചത്. 9 മണ്ഡലങ്ങളിലാണ് 2020 മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ തവണ എറണാകുളം ജില്ലയിൽ 8 സ്ഥലത്ത് നമ്മൾ മത്സരിച്ചതാണ്. ഈ തവണ അത് 9 സ്ഥലത്ത് നമ്മൾ മത്സരിക്കുന്നു. വീണ നായർ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിലായിരിക്കും 2020 വേണ്ടിയിട്ട് മത്സരരംഗത്തിറങ്ങുക. BJP പ്രതീക്ഷ വയ്ക്കുന്ന തൃപ്പൂണിത്തുറയിലാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി നടിയും സംരംഭകയുമായ അഞ്ജലി നായർ എത്തിയത്. രാഷ്ട്രീയ പശ്ചാത്തലമില്ലെങ്കിലും സ്വന്തം നാട്ടിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അഞ്ജലി പങ്കുവച്ചു. രാഷ്ട്രീയക്കാരിയായി കാണാൻ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. അച്ഛന്റെ ആഗ്രഹം പാലിക്കണമെന്ന വിശ്വാസത്തോടെയാണ് സ്ഥാനാർത്ഥിയാകാൻ സമ്മതിച്ചതെന്ന് അഞ്ജലി പറഞ്ഞു. എൻ്റെ അച്ഛന് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്ന ഒരു കാര്യമാണിത്. പറയാൻ വാക്കുകളില്ല. തൃപ്പൂണിത്തുറയിലുള്ള എല്ലാ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും. അവരുടെ എല്ലാവരുടെയും വീട്ടിലൊരു മകളെ പോലെ അവരുടെ പ്രശ്നങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയാം. BJP തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലെ സജീവ സാന്നിധ്യമായിരുന്ന ലക്ഷ്മിപ്രിയയാണ് NDA സ്ഥാനാർത്ഥിയായി പെരുമ്പാവൂരിലെത്തുന്നത്. താൻ ഇതുവരെ ഒരു പാർട്ടിയിലും അംഗത്വം എടുത്തിരുന്നില്ലെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. 2020 സംബന്ധിച്ച് വലിയൊരു പാത 2020 ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും മികച്ച, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകയാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. വെള്ളിമൂങ്ങ സിനിമയിൽ രാഷ്ട്രീയ വേഷത്തിൽ തിളങ്ങിയ കോട്ടയം സ്വദേശി വീണ നായരാണ് ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥി. 2007 സ്വാതി തിരുനാൾ കോളേജ് യൂണിയൻ SFI ചെയർപേഴ്സണായിരുന്നു വീണ നായർ. അപ്പോൾ അത് കേരളത്തിലെ പഞ്ചായത്തുകളിൽ 2020 മോഡൽ ആ മാതൃക വരുന്നതിൻ്റെ ഭാഗമാകാൻ സാബു സാറിനോടൊപ്പം 2020യോടൊപ്പം എനിക്കും ഒരവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ടെലിവിഷൻ താരവും സംരംഭകനുമായ പ്രോമി കുര്യാക്കോസാണ് അങ്കമാലിയിൽ മത്സരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ 2020 പ്രസിഡന്റ് സാബു എം ജേക്കബിനുമേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ എവിടെയും താൻ മത്സരിക്കാനില്ലെന്ന് സാബു എം ജേക്കബ് അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.
കേരളത്തിൽ ഇത്തവണ BJP MLA-മാർ ഉണ്ടാകുമെന്നും അതിനൊപ്പം കാട്ടാക്കട ഇങ്ങെടുക്കുകയാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി ചെല്ലേണ്ട കടമ BJP-ക്കാണ്. ജനങ്ങൾക്ക് വിശ്വാസമുള്ള രാഷ്ട്രീയ പാർട്ടി BJP മാത്രമാണെന്നും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും കേരളത്തിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന്റെ തിരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈക്കോടാലികളെയും വർഗവഞ്ചകരെയും കെട്ടത്തക്കാളികളെയും കുലംകുത്തികളെയും ഒക്കെ ഒന്നിന് പിന്നാലെ ഒന്നായി പാർട്ടിയിൽ നിന്ന് പടിയടച്ച പിണ്ടം വയ്ക്കുകയാണ് CPM. ഏറ്റവും ഒടുവിൽ ആ പട്ടികയിൽ വരുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനാണ്. സംഘടനാ തത്വങ്ങളും അച്ചടക്കവും ലംഘിച്ചുവെന്നാണ് TK ഗോവിന്ദന്റെ ഏറ്റവും വലിയ കുറ്റം. അദ്ദേഹത്തിന്റെ പ്രാഥമികാംഗത്വം റദ്ദാക്കി. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിക്കെതിരെ പച്ച നുണയാണ് പടച്ചുവിട്ടത്. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ അങ്ങേയറ്റം നീചമായി ചിത്രീകരിക്കുകയും കോൺഗ്രസിനൊപ്പം ചേർന്ന് പരസ്യമായി പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുവെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ കണ്ടെത്തൽ. ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയ TK ഗോവിന്ദനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായി CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് മാനദണ്ഡങ്ങളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ്. ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയിൽ ഗോവിന്ദൻ പെരുന്നുണ പറഞ്ഞെന്നും ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ ഫണ്ട് തട്ടിപ്പെന്നത് MV ഗോവിന്ദനെതിരെയുള്ള വ്യാജ ആരോപണമാണെന്നും കണക്കുകൾ കൃത്യമായി ഇൻകം ടാക്സിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും CPM മുൻ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. TK ഗോവിന്ദൻ വർഗവഞ്ചകനും കെട്ടതക്കാളിയുമാണെന്ന് ജയരാജൻ പരിഹസിച്ചു. ഹാപ്പിനെസ് ഫെസ്റ്റിൽ ഇതുവരെ ചെലവഴിച്ച തുകയിൽ അവിടുത്തെ MLA ഒരു നയാ പൈസയുടെ വൗച്ചർ എഴുതി വാങ്ങിയിട്ടില്ല. മകന് അതിന്റെ ഒരു പണമിടപാടിലും ബന്ധവുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെയൊരു കള്ളം പറഞ്ഞത്? അദ്ദേഹമാണെങ്കിൽ നേരത്തെ ഇത്തരം വല്ല പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടി കമ്മിറ്റിയിൽ പറയണ്ടേ? പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുമില്ല. അതേസമയം തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ PK ശ്യാമള പ്രതികരിച്ചു. വിവാദങ്ങളിൽ പാർട്ടി മറുപടി പറയുമെന്നായിരുന്നു PK ശ്യാമളയുടെ മറുപടി. TK ഗോവിന്ദന്റെ വെളിപ്പെടുത്തലുകൾ ഏറെ ചർച്ചയായ സാഹചര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മലപ്പട്ടത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്തു. വർഗവഞ്ചകന് മാപ്പില്ലെന്ന ബാനറിൽ TK ഗോവിന്ദനെതിരെ CPM പ്രവർത്തകരെ അണിനിരത്തി പ്രതിഷേധ പ്രകടനം നടത്തി. യോഗത്തിൽ MV ജയരാജൻ, P ജയരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനുള്ള UDF നീക്കത്തിനെതിരെ തളിപ്പറമ്പിലെ പ്രാദേശിക നേതൃത്വം വിയോജിപ്പ് രേഖപ്പെടുത്തി. TK ഗോവിന്ദന് ജനപ്രീതിയില്ലെന്നാണ് ഇവരുടെ വാദം. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തളിപ്പറമ്പിലെ UDF സ്ഥാനാർത്ഥി നിർണയം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അമൃത ന്യൂസ്, കണ്ണൂർ. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെ ആന്റണി രാജുവിന്റെ തിരഞ്ഞെടുപ്പ് മോഹങ്ങൾ പൊലിഞ്ഞു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഏക MLA ആയ ആന്റണി രാജു അയോഗ്യനായതോടെ സീറ്റ് CPM നേരിട്ട് ഏറ്റെടുക്കുമോ അതോ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ആന്റണി രാജു രണ്ടാം പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ 3 വർഷം തടവിനാണ് നെടുമങ്ങാട് കോടതി ശിക്ഷിച്ചത്. ശിക്ഷ മരവിപ്പിക്കണമെന്നും ഈ ആവശ്യം തള്ളുകയായിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതി. അത് റദ്ദാക്കണമെന്നുമാണ് ഹൈക്കോടതിയിലെ ഹർജിയിൽ ആന്റണി രാജു ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് ഇതിന് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. എന്തായാലും നഗരഹൃദയത്തിൽ UDFും BJPയും ഒരുപോലെ കണ്ണുവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആന്റണി രാജുവിൻ്റെ ഈ ഒരു അസാന്നിധ്യം തിരിച്ചടിയാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി അടിവസ്ത്രം മാറ്റിയ കേസിൽ വിധിച്ച 3 വർഷം തടവ് ശിക്ഷ നിലനിൽക്കും. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ആന്റണി രാജുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. കോടതിയിലെ തൊണ്ടി മുതൽ തിരിമറി നടത്തി എന്ന് ആരോപിച്ചുള്ള കേസാണ് ഹൈക്കോടതിയുടെ മുന്നിലെത്തിയത്. കേസിൽ വാദം കേട്ടപ്പോൾ ആന്റണി രാജു അന്ന് ജൂനിയർ അഭിഭാഷകനല്ലേ എന്നൊക്കെ കോടതി ചോദിച്ചിരുന്നെങ്കിലും ഉത്തരവിൽ ആന്റണി രാജുവിന് അനുകൂലമായ യാതൊരു പരാമർശങ്ങളും ഇല്ല. സർക്കാർ അഭിഭാഷകർ ആന്റണി രാജുവിന്റെ കേസിൽ ശക്തമായ എതിർപ്പുന്നയിച്ചിരുന്നു. കോടതിയിൽ തൊണ്ടി മുതലായി ഹാജരാക്കിയ അടിവസ്ത്രം തിരിമറി നടത്തിയത് ആന്റണി രാജു തന്നെയാണെന്നായിരുന്നു സർക്കാർ അഭിഭാഷകരുടെ വാദം. അതുകൊണ്ട് തന്നെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ സാധിക്കില്ല. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും സർക്കാരിന്റെ ശക്തമായ എതിർപ്പ് കൊണ്ട് തന്നെയാണ് ആന്റണി രാജുവിന് നിയമസഭാ
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായത്. അമൃത ന്യൂസ്, കൊച്ചി. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. കേരളത്തിൽ നിന്നുള്ള ഭക്തരും മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അമ്മയെ സ്വീകരിച്ചു. ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ് അമ്മ രാമജന്മഭൂമിയിൽ എത്തിയത്. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സ്വീകരിച്ചു. കൊല്ലം അമൃതപുരിയിൽ നിന്നും ആശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളുമായി പ്രത്യേക ട്രെയിനിലാണ് അമ്മ അയോധ്യയിലെത്തിയത്. ബിർള മന്ദിറിലെ ഭക്തരുടെ ഭജനയ്ക്ക് ശേഷം രാമജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തിൽ അമ്മ ദർശനം നടത്തി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അമ്മയെ ക്ഷേത്രത്തിൽ സ്വീകരിച്ചു. മുതിർന്ന സന്യാസി ശ്രേഷ്ഠന്മാർക്കൊപ്പമായിരുന്നു രാംലല്ല ദർശനം. ശേഷം അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും നടന്നു. തീയതി രാമക്ഷേത്രത്തിൽ നടക്കുന്ന രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിലും പ്രത്യേക പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ വിശിഷ്ടാതിഥിയാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കും. സന്യാസി ശ്രേഷ്ഠരും ഭക്തരും ഉൾപ്പെടെ 1200ഓളം പേർ അയോധ്യയിൽ അമ്മയെ അനുഗമിക്കുന്നുണ്ട്. അയോധ്യയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനിയെ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ. രാജ്യത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയാണ് അലി. ഇന്ന് പുലർച്ചെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് ലാരിജാനിയാണെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതേസമയം ഇത് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണവും പുറത്തുവന്നിട്ടില്ല. ഇസ്രയേൽ ആക്രമണത്തിൽ അലിക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയിയുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യത്തിന്റെ സുരക്ഷയുടെ നേതൃത്വം ലാരിജാനിയുടെ കൈകളിലായിരുന്നു. സുരക്ഷാ മേധാവിയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇറാന് കനത്ത തിരിച്ചടിയാണ്. ഇറാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും സൈനിക സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ട് തെഹ്റാനിലും ഷിറാസ്, തബ്രിസ് നഗരങ്ങളിലും ഒരേ സമയം വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഗൾഫ് മേഖലകളിലേക്ക് ഇന്നും ഇറാന്റെ ഡ്രോൺ ആക്രമണം. അബുദാബി ഷാ ഗ്യാസ് ഫീൽഡിലും ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രീസ് സോണിലും ഡ്രോൺ ആക്രമണ ശ്രമത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായെന്നും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു. UAEയിലെ സ്കൂളുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 2 ആഴ്ച കൂടി വിദൂര പഠന രീതി തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അബുദാബി ബനിയാസിൽ മിസൈൽ അവശിഷ്ടം പതിച്ചതിനെ തുടർന്ന് ഒരു പാകിസ്ഥാൻ സ്വദേശി മരിച്ചു. UAE 45 ഡ്രോണുകളും 10 ബാലിസ്റ്റിക് മിസൈലുകളും ഇന്ന് പ്രതിരോധിച്ചു. ഫെബ്രുവരി 28 മുതലുള്ള ഇറാൻ ആക്രമണ ശ്രമത്തിന്റെ ഭാഗമായി UAEയിൽ മരിച്ചവരുടെ എണ്ണം 8ആയി. 157 പേർക്ക് പരിക്കേറ്റുവെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി. വിധി മറ്റന്നാൾ പറയും. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ച ശേഷമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കൊല്ലം 1ാം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി കണ്ടെത്തിയത്. പ്രതി മാനസിക രോഗിയാണെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ചുമത്തിയ ഗുരുതര കുറ്റങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു. കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിലാണ് പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞതോടെ 19-ന് കോടതി ശിക്ഷാവിധി പറയും. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജ് PN വിനോദാണ് കേസിൽ വിധി പറയുക.
മകളെ കൊലപ്പെടുത്തിയ സന്ദീപിന് കോടതി പരമാവധി ശിക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വന്ദനാദാസിന്റെ അച്ഛൻ മോഹൻദാസ് പറഞ്ഞു. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉണ്ടായിട്ടും പ്രതിക്ക് ശിക്ഷ വൈകിയതിൽ വിഷമമുണ്ടായിരുന്നു എന്നും വന്ദനാദാസിന്റെ അച്ഛൻ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ ടീമും എല്ലാം അതിന് ആവശ്യമായ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കുകയും അതിനനുസരിച്ച് കോടതി ഇവർ പറഞ്ഞിരുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും അസന്നിഗ്ധമായിട്ട് സംശയാതീതമായിട്ട് തെളിഞ്ഞു എന്നുള്ള ആ ഒരു നിഗമനത്തിലെത്തുകയും പ്രതി കുറ്റക്കാരനാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. പ്രതി സന്ദീപ് മാനസിക രോഗി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് കോടതിയിൽ നടന്നത്. ഇതിനായി പ്രതി ജയിലിൽ കഴിയുമ്പോൾ തന്നെ പുസ്തകങ്ങൾ വായിച്ച് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. എന്നാൽ പ്രതിഭാഗത്തിന്റെ ഈ വാദങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സന്ദീപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 19-ന് വിധി പറയുമ്പോൾ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രോസിക്യൂഷൻ പ്രദീപ് ജി പടിക്കൽ പറഞ്ഞു. ഇപ്രകാരം ഒരു സംഗതി ഇനി ഈ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്നോ മറ്റുള്ളവർക്ക് ഒരു താക്കീതാകുന്ന തരത്തിലുള്ള പരമാവധി ശിക്ഷ ഈ കേസിലെ പ്രതിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചത് ഗുണകരമായെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ MM ജോസ് പറഞ്ഞു. കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലായിരുന്നു അന്വേഷണം. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ നേരിട്ടുള്ള സാക്ഷികളായി കോടതിയിൽ മൊഴി നൽകിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ക്രൂരമായി കൊലപാതകം ചെയ്യുക എന്ന എന്ത് കാരണമാണ് എന്നുള്ളത് വളരെയധികം ഒരു ചലഞ്ചിങ് ആയ ഒരു കാരണമാണ്. അത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാനസിക നില നമ്മൾ പരിശോധിച്ചത്. ആ മാനസിക നില പരിശോധിച്ചതും ശേഷം അതൊരു മെഡിക്കൽ ടീം, വളരെ എക്സ്പേർട്ടായ ഒരു മെഡിക്കൽ ടീം അത് പരിശോധിച്ച ശേഷം അതിൽ 2-3 കാരണങ്ങൾ കണ്ടെത്തുകയും അതിൽ ചെറുതായി പരാമർശിച്ചിരുന്ന ഒരു സ്മോൾ സ്പെക്ട്രം ഓഫ് സ്കിസോഫ്രീനിയ എന്ന ഒരു പരാമർശം അത് മറികടക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ചലഞ്ച്. അതിനുവേണ്ടി ഞങ്ങൾ പ്രതി കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് മാനസികമായും ശാരീരികമായും എല്ലാം തന്നെയും വളരെ ആരോഗ്യവാനായിരുന്നു എന്ന് ഞങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാ തെളിവുകളും ശേഖരിക്കുക. അത് കോടതിയിൽ പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ വിജയം. 2023 മെയ് 10-നായിരുന്നു യുവ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത്. സന്ദീപിനെ വൈദ്യപരിശോധനയ്ക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സർജിക്കൽ കത്രിക ഉപയോഗിച്ച് വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 70-ലധികം സാക്ഷിമൊഴികൾ കോടതി പരിഗണിച്ചു. 22 തൊണ്ടിമുതലുകൾ തെളിവായി സമർപ്പിച്ചു. ഇവയ്ക്കു പുറമെ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളും നിർണായക തെളിവായി. സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സന്ദീപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടെ വ്യാഴാഴ്ച കോടതി ശിക്ഷാവിധി പറയും. അമൃത ന്യൂസ്, കൊല്ലം.